Hello friends, welcome to EduZone Academy's online classes. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ആസ്പെക്ട്സ് ആണ്. ആർട്ട് ആൻഡ് കൾച്ചറിന് ഇമ്പോർട്ടൻസ് സിലബസ് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാം. നിങ്ങളിവിടെ കാണുന്നത് പ്രിലിംസ് പേപ്പർ 1ന്റെ സിലബസ് ആണ്. നിങ്ങൾ നോക്കിയാൽ കാണാം ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പം നമുക്കറിയാം അത് 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഏൻഷ്യന്റ് ഇന്ത്യ, 2 മിഡീവൽ ഇന്ത്യ, 3 മോഡേൺ ഇന്ത്യ, 4 ആർട്ട് ആൻഡ് കൾച്ചർ. അപ്പോൾ ഈ ഒരു ഡിവിഷനിൽ ബാക്കി 3 ഏരിയാസിലും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ആർട്ട് ആൻഡ് കൾച്ചർ. ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ, ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് മിഡീവൽ ഇന്ത്യ, ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് മോഡേൺ ഇന്ത്യ. അതുപോലെ സിവിൽ സർവീസ് മെയിൻസ് എക്സാമിൽ GS പേപ്പർ 1ന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് Indian culture will cover the salient aspects of art forms, literature, architecture from ancient to modern times. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ടാണ് മെയിൻസ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഫിലിം സിലബസിൽ കൊടുത്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ ക്ലാരിറ്റിയോട് കൂടിയാണ് മെയിൻസിൽ ഇത് കൊടുത്തിരിക്കുന്നത്. കാരണം ഇന്ത്യൻ കൾച്ചർ വിൽ കവർ ദ സാലിയൻ ആസ്പെക്ട്സ് ഓഫ് ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ ഫ്രം ഏൻഷ്യന്റ് ടു മോഡേൺ ടൈംസ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രിലിംസ് ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് ആണ്. പ്രീവിയസ് ഇയർ പ്രിലിംസ് ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് ആണ്. ഒരു വർഷം ഹിസ്റ്ററിയിൽ ഏതാണ്ട് 15 to 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ 15 to 20 ക്വസ്റ്റ്യൻസ് തന്നെ മേജർ പാർട്ട് എന്നുള്ളത് മോഡേൺ ഇന്ത്യ ആണ്. ഞാൻ പറഞ്ഞു ഹിസ്റ്ററി എന്നുള്ളത് 4 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 4 പാർട്ട്. ഒന്ന് ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ആർട്ട് ആൻഡ് കൾച്ചർ. അപ്പൊ ഈ ഒരു 4 ഏരിയാസ് കൂടിയാണ് 15 to 20 ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ വരിക. അപ്പോൾ അതിലേറ്റവും ഹയസ്റ്റ് നമ്പർ വരുന്നത് മോഡേൺ ഇന്ത്യ എന്നാണ്. അതിനുശേഷം ഏൻഷ്യന്റ് ഇന്ത്യ, അതിനുശേഷം മിഡീവൽ ഇന്ത്യ. ആർട്ട് ആൻഡ് കൾച്ചർ എന്നുള്ളത് ഏൻഷ്യന്റ് ഇന്ത്യയും നിന്നാണ് ആർട്ട് ആൻഡ് കൾച്ചർ എന്നുള്ളത് കൂടുതൽ ഒരു സ്പെസിഫൈ ചെയ്ത് ചോദിക്കുന്നത് ഏൻഷ്യന്റ് ആർട്ട് ആൻഡ് കൾച്ചറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഏൻഷ്യന്റ് ഇന്ത്യയോട് വളരെ അടുത്ത് കിടക്കുന്ന രീതിയിലാണ്. ഏകദേശം ഒരു 5ഓളം ക്വസ്റ്റ്യൻസ് ആണ് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് വരിക. സോ ഹിയർ യു ക്യാൻ സീ around 15 to 20 questions every year from history. Okay, so maximum limit is around 20, so most probably it is around 15, so an average of 15 to 16 questions every year. ഇവിടെ നിങ്ങൾ കാണുന്നത് ഇന്ത്യൻ ആർക്കിടെക്ചറിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ ഈ 3 ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ. ഓക്കെ, സോ ഏൻഷ്യന്റ് ഇന്ത്യയിൽ നമുക്കറിയാം ഹാരപ്പൻ ആർട്ട്, then we come to മൗര്യൻ ആർട്ട്, അതിനുശേഷം പോസ്റ്റ് മൗര്യൻ, ഗുപ്ത ഏജ്, ഒപ്പം സൗത്ത് ഇന്ത്യൻ ആർട്ട്. സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ചോള ടെമ്പിൾസ് ഒക്കെയാണ് മെയിനായിട്ട് വരുന്നത്. മീഡിയവൽ ഏജിൽ 2 പ്രധാനപ്പെട്ട ആയിട്ടുള്ളത്, ഒന്ന് ഡൽഹി സുൽത്താനേറ്റ്, 2 മുഗൾ ആർട്ട്, പ്രത്യേകിച്ച് അക്ബറൊക്കെ ഏരിയയിൽ അക്ബർ, ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ അവരൊക്കെ സമയത്തുള്ള ആർക്കിടെക്ചറാണ്. മോഡേൺ ഇന്ത്യയിൽ ഇൻഡോ ഗോത്തിക് സ്റ്റൈൽ ആൻഡ് ന്യൂ റോമൻ സ്റ്റൈൽ. അപ്പോൾ ഇതിൽ ഓരോ സെഗ്മെന്റ് എടുത്ത് നമ്മൾ ഈ വരുന്ന സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹാരപ്പൻ ആർട്ടാണ്. ഹാരപ്പൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. പിന്നീടുള്ള സെക്ഷനിൽ നമ്മൾ മൗര്യൻ ആർട്ട്, പോസ്റ്റ് മൗര്യൻ, ഗുപ്ത ഏജ്, സൗത്ത് ഇന്ത്യൻ ആർട്ട്, ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ ആർട്ട് എന്ന് പറയും, പിന്നെ മോഡേൺ ഇന്ത്യ. അപ്പോൾ ഓരോ സെഷനിലും ഓരോന്ന് എടുത്താണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹാരപ്പൻ ആർട്ട് ആൻഡ് സീരീസ് ഹാരപ്പൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. അത് നമ്മൾ കാണുന്ന ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ്. അപ്പോൾ നമ്മളിവിടെ ഹാരപ്പൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെയധികം ഡാറ്റ ആണ്. ഇവിടെ വളരെ ബ്രീഫായിട്ട് ഏറ്റവും കൂടുതൽ പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും മെയിൻസിന് ഉപകരിക്കും. അപ്പോൾ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ മാത്രമേ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാറ്റ കൂടുതൽ ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, തീർച്ചയായിട്ടും ഡാറ്റ ഫില്ല് ചെയ്യാം. പക്ഷേ നമുക്ക് പഠിക്കാനും അതുപോലെ റിവൈസ് ചെയ്ത് ഓർത്തെടുക്കാനും സാധ്യതയുള്ളതും അതുപോലെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഡാറ്റ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഈ PPTയും അതുപോലെ ഈ വീഡിയോസും ഒരു തരത്തിൽ പറഞ്ഞാൽ ധാരാളം മതിയാവും. കാരണം ഞാൻ പറഞ്ഞു ഒരു മാക്സിമം 5 to 6 ക്വസ്റ്റ്യൻസ് ആണ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിന് വരിക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒരു വളരെയധികം ടൈം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യരുത്. അതായത് ബ്രീഫായിട്ട് നിങ്ങൾ ഇതിൽ കൂടെ അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രീഫായിട്ട് ഈ ഒരു കാര്യങ്ങൾ പഠിക്കണം. ഒപ്പം തന്നെ ഏൻഷ്യന്റ് ഇന്ത്യ കൂടെ പഠിച്ചു കഴിയുമ്പോൾ ഇത് കുറേയൊക്കെ കംപ്ലീറ്റ് ആവും. പിന്നെ മിഡീവൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. മോഡേൺ ഇന്ത്യയിൽ നിന്ന് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ചോദിക്കുന്നത് വളരെ കുറവാണ്.
ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഏറ്റവും അധികം ചോദിക്കുന്നത് തന്നെ ഏൻഷ്യൻ ഇന്ത്യയിൽ നിന്നാണ്, ഒപ്പം മീഡിയൽ ഇന്ത്യയിൽ നിന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫോക്കസിൻ്റെ ആ ഏരിയയിൽ നിന്നാണ് മോഡേൺ ഇന്ത്യയിൽ നമ്മൾ അധികം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. കാരണം ഈ കഴിഞ്ഞ വർഷങ്ങളൊന്നും ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ മോഡേൺ ഇന്ത്യയിൽ നിന്ന് ചോദിച്ചിട്ടില്ല. അപ്പം ഏൻഷ്യൻ ഇന്ത്യയിൽ നിന്ന് തന്നെ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്ന് ഹാരപ്പൻ, അതിനുശേഷം ബുദ്ധിസം ജൈനിസം ഏരിയയിലുള്ള പ്രത്യേകിച്ച് മഹാജനതാ പീരീഡ്, ഒപ്പം മൗര്യൻ ഏജ്, പോസ്റ്റ് മൗര്യൻ, ഗുപ്ത ഏജ്, ഈ ഏജിലുള്ള ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരിക. അപ്പം നമ്മളുടെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹാരപ്പൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. സോ വി ആർ സീയിങ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ദ ഫസ്റ്റ് സൈറ്റ് ഈസ് ഹാരപ്പ. അപ്പോൾ ആദ്യമായിട്ട് എക്സ്കവേറ്റ് ചെയ്ത സൈറ്റ് ഹാരപ്പ ആയതുകൊണ്ടാണ് അതിന് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുകൂടെ പറയുന്നത്. ഹാരപ്പ ഇറ്റ് വാസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ രവി. അപ്പോൾ ഇവിടെ എക്സ്കവേറ്റ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ട് ഫോംസ് അല്ല ആർക്കിടെക്ചർ ഫോംസ്, ഒന്ന് മദർ ഗോഡസ്, രണ്ട് റിമെയിൻസ് ഓഫ് വീറ്റ് ആൻഡ് ബാർലി, കോപ്പർ സ്കെയിൽ, റെഡ് സാൻഡ്സ്റ്റോൺ മെയിൽ ടോർസോ. നമുക്കിവിടെ ഇതാ മദർ ഗോഡസ് നിങ്ങൾക്ക് കാണാം, ഒപ്പം റെഡ് സാൻഡ്സ്റ്റോൺ മെയിൽ ടോർസോ. നമ്മളിവിടെ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി മെമ്മറി കൂടുതൽ ലഭിക്കാനും അതുവഴി പെട്ടെന്ന് ഇതിനെ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളത്, ഒന്ന് ഹാരപ്പ എന്നുള്ളത് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ രവി, ഫസ്റ്റ് വൺ. പിന്നെ ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് മദർ ഗോഡസ്, മൂന്ന് റെഡ് സാൻഡ്സ്റ്റോൺ മെയിൽ ടോർസോ. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ എക്സാമ്പിൾസ് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, വീറ്റ് ആൻഡ് ബാർലി വർ കൾട്ടിവേറ്റഡ് ബൈ ഹാരപ്പൻസ്. അടുത്തത് കോപ്പർ വാസ് യൂസ്ഡ് ബൈ ഹാരപ്പൻസ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഈസ് മൊഹൻജദാരോ. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ ഇൻഡസ്. There you see the great bath, great granary, and bearded priest, very important bearded priest, and famous bronze statue of dancing girl and പശുപതി seal. പശുപതി സീലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് അടുത്ത സ്ലൈഡുകൾ നോക്കും. അതുപോലെ ഡാൻസിങ് ഗേൾ, കാരണം പശുപതി സീൽസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള അനിമൽസ് ഏത് എന്നൊക്കെയുള്ളത് ഹാരപ്പൻ അല്ലെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന അവർ പരിചിതമായിരുന്ന ഏതൊക്കെ അനിമൽസ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായകമാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഈസ് ധോളാവിര. ഇറ്റ് ഈസ് ഇൻ ഗുജറാത്ത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വാട്ടർ മാനേജ്മെന്റ്, വാട്ടർ ഹാർവെസ്റ്റിംഗിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഇവിടെ കണ്ടെത്തുന്നത്. മോഡേൺ സിവിലൈസേഷന് പോലും മാതൃകയായുള്ള രീതിയിലാണ് ഇവിടെ ധോളാവിരയിൽ ഈ ഒരു വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. 2014 മെയിൻസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹൗ വാസ് ഹാരപ്പൻ സിവിലൈസേഷൻ ആൻ എക്സാമ്പിൾ ഫോർ മോഡേൺ അർബൻ സിസ്റ്റം. അതുകൊണ്ട് ഇവിടെ തന്നെ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. വാട്ടർ റിസർവയർ, വാട്ടർ ഹാർവെസ്റ്റിംഗ്, അങ്ങനെയുള്ള സിസ്റ്റംസ് ധോളാവിരയിൽ വളരെ നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഈസ് ലോത്തൽ. സോ ലോത്തൽ ഈസ് മെയിൻലി എൻ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഫോർ നേവൽ ട്രേഡ്. It's in Gujarat. So you find dockyard, rice husk, അതുപോലെ ഫയർ അൾട്ടാസ് ഒക്കെ നമ്മളവിടെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ സൈറ്റ് ഓഫ് നേവൽ ട്രൈഡ്. അടുത്താണ് രാഖി ഗർഗി എന്നുള്ളത് ഹരിയാനയിലാണ്. ലാർജസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അടുത്ത സൈറ്റാണ് റോപ്പർ ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ സത്ലജ് ഇൻ പഞ്ചാബ്. അതുപോലെ ഡോഗ് ബറീഡ് വിത്ത് ഹ്യൂമൻ, അതിനുള്ള എക്സാമ്പിൾ നമ്മൾ ഇവിടെയാണ് കണ്ടെത്തുന്നത്. അടുത്ത 7th ഇമ്പോർട്ടൻറ്റ് സൈറ്റാണ് കാലിബംഗൻ. ഇറ്റ്സ് ഇൻ രാജസ്ഥാൻ. കാലിബംഗൻ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ബാംഗിൾസ്, അതുകൊണ്ട് തന്നെ ഇവിടെ ബാംഗിൾ ഫാക്ടറി, ടോയ് കാർഡ്സ് ഒക്കെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത ഇമ്പോർട്ടൻറ്റ് സൈറ്റാണ് 8th വൺ, സുർക്കോട്ടാഡ. ഇറ്റ്സ് ഇൻ ഗുജറാത്ത്. ഫസ്റ്റ് ആക്ച്വൽ റിമൈൻസ് ഓഫ് ഹോഴ്സ് ബോൺസ് വാസ് ഫൗണ്ട് ഹിയർ. 2015 പ്രിലിംസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹോഴ്സ് വാസ് യൂസ് ഇൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇതൊരു കോൺട്രവേഴ്സിലാണ്, ഡിബേറ്റ് നടക്കുന്ന ഒരു ഏരിയ ആണ്. എങ്കിലും ഹോഴ്സ് റിമെയിൻസ് ആദ്യമായിട്ട് കണ്ടെത്തിയത് സുർക്കോറ്റാഡയിലാണ്. 9th വൺ ഇസ് ബൻവാലി. ഇറ്റ്സ് ഇൻ ഹരിയാന. സോ ഇറ്റ്സ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ഡ്രൈഡ് അപ്പ് സരസ്വതി റിവർ. ആൻഡ് ദ 10th വൺ ആലംഗീർപൂർ. ഇറ്റ്സ് ഇൻ മീററ്റ്, ഉത്തർപ്രദേശ്. ഇറ്റ്സ് ഈസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. And 11th site is Mahargarh. It is in Pakistan. It is considered as a precursor to Indus Valley Civilization. ഇൻഡസ് വാലി സിവിലൈസേഷന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണ് നമുക്ക് പറയുകയാണെങ്കിൽ ചാൽക്കോലിത്തിക്. അതിൻ്റെ മുന്നേ ഉള്ളത് നിയോലിത്തിക്സ് ഏരിയ ആണ്.
ആ നിയോലിത്തിക് സൈറ്റ്സിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റുകളിലൊന്നാണ് മഹർഗാർ. ഇത് ബലൂചിസ്ഥാൻ ഏരിയയിലാണ് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ ആണ് ഒരു സെറ്റിൽഡ് ലൈഫ്, ഒരു സിവിലൈസേഷൻ, അതുപോലെ അഗ്രികൾച്ചർ, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, ഇതിന്റെ കുറെ ഫൈൻഡിങ്സ്, കുറെ എക്സിബിഷൻസ് ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹാരപ്പൻ ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ചാണ്. സോ ഹാരപ്പൻ cities was well designed, better urban infrastructure. So it was in rectangular grid patterns, road cuts each other at right angles. Mainly there were 3 types of buildings: dwelling houses, public buildings and public baths. Harpans used mostly mud bricks of standard dimension. Many of these bricks were sun-dried. സാധാരണഗതിയിൽ ഹാരപ്പൻ സിറ്റീസ് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ഹാരപ്പൻ സിറ്റീസ് വർ ഡിവൈഡഡ് ഇൻ ടു 2 parts, സിറ്റാഡൽ ആൻഡ് ലോവർ ടൗൺ. പക്ഷേ ഇതിന് ഏക എക്സെപ്ഷൻ ധോളാവിര മാത്രമാണ്. ധോളാവിര വാസ് ഡിവൈഡഡ് ഇൻ ടു 3 principal sections. ധോളാവിര വാസ് ഡിവൈഡഡ് ഇൻ ടു 3 principal sections. അപ്പോൾ ഒരു മിഡിൽ ടൗണും കൂടെ നമുക്ക് ധോളാവിരയിൽ കാണാം. ബാക്കി എല്ലാ ഹാരപ്പൻ സിറ്റീസിലും 2 ഏരിയ കാണുന്നുള്ളൂ. 1 സിറ്റാഡലും 2 ലോവർ ടൗണും. നമ്മൾ കുറച്ച് കഴിയുമ്പം ഈ ഏരിയസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ഇവിടെ ഫിലിംസ് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചാഹുന്താരോ ഇസ് ദ ഒൺലി സൈറ്റ് വിത്തൗട്ട് എ സിറ്റാഡൽ. ചാഹുന്താരോ ഇസ് ദ ഒൺലി സിറ്റി. ചാഹുന്താരോ ഇസ് ദ ഒൺലി സിറ്റി വിത്തൗട്ട് എ സിറ്റാഡൽ. സിറ്റാഡലില്ലാത്ത ഏക ഇൻഡസ് വാലി സൈറ്റ് എന്നുള്ളത് ചാഹുന്താരോ ആണ്. നേരത്തെ പറഞ്ഞ പോലെ most of the Harappan cities was divided into 2 parts. First is a citadel and second one is lower part of the city. Citadel and lower part. Citadel was in the west part of the city, used mostly for public buildings like granaries, administrative buildings and pillared hall. And there was plenty of public baths like Great Bath of Mohenjo-daro. That is the most famous example of Great Bath of Mohenjo-daro. And in the lower part of the city, small one-room houses exist. അപ്പോൾ ഇവിടെ ഈ ചെറിയ വീടുകളിൽ സാധാരണ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, സാധാരണക്കാർ ജീവിക്കുന്ന ഒരു ലോവർ പാർട്ട്. മറ്റൊരു പ്രത്യേകത, ഹാരപ്പൻ ടൗൺ പ്ലാനിങ്ങിന്റെ മറ്റൊരു പ്രത്യേകത അഡ്വാൻസ്ഡ് ഡ്രെയിനേജ് സിസ്റ്റം. കാരണം സ്മോൾ ഡ്രെയിൻസ് റാൻ ഫ്രം ഈച്ച് ഹൗസ് കണക്റ്റഡ് ടു ലാർജർ ഡ്രെയിൻസ്. എല്ലാ വീടുകളിൽ നിന്നും ചെറിയ ഡ്രെയിനുകൾ വന്ന് ഒരു വലിയ മേജർ അർബൻ ഡ്രെയിനേജിലേക്ക് കണക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു പബ്ലിക് ഹൈജീൻ അവർ കീപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈജീൻ വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ബോത്ത് പേഴ്സണൽ ആൻഡ് പബ്ലിക്. ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഡ്രെയിൻസ് വർ കവേർഡ് റണ്ണിങ് അലോങ് സൈഡ് ദ മെയിൻ റോഡ്സ്. ഇവിടെ നമ്മൾ കാണുന്നത് ഹാരപ്പൻ സ്കൾപ്ചേഴ്സ് ആണ്. സോ ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് among ഹാരപ്പൻ സ്കൾപ്ചേഴ്സ് ഈസ് seals. Most of the seals were square, some were triangular, rectangular and circular. Most of the seals were made of steatite. പിന്നെ അതുപോലെ ടെറാക്കോട്ട സീൽസും നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇവിടെ മറ്റൊരു പ്രത്യേകത, സീൽസ് ഹാഡ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. പക്ഷേ ഈ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ഇതുവരെ ഡിസ്കവർ ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് യെറ്റ് ടു ബി ഡിസ്കവേർഡ്. ഇറ്റ് വാസ് റിട്ടൺ മോസ്റ്റ്ലി ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആൻഡ് ബൈ ഡയറക്ഷണൽ റൈറ്റിംഗ് സ്റ്റൈൽ. ബൈ ഡയറക്ഷണൽ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പം ഫസ്റ്റ് ലൈനിൽ റൈറ്റ് ടു ലെഫ്റ്റ്, അത് ഞാൻ അടുത്ത ലൈനിൽ ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ ആൾട്ടർനേറ്റ് ലൈൻസിൽ അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ബൈ ഡയറക്ഷണൽ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. എന്തായാലും ദിസ് ഇസ് യെറ്റ് ടു ബി ഡിസ്കവേർഡ്. അതുപോലെ സീൽസ് കാണുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കുറേ അനിമൽ മൊത്തീവ്സ് അതിൽ കാണാം. യൂണിക്കോൺ, ഹംഡ് ബുൾ, റൈനോസറസ്, ടൈഗർ, എലിഫന്റ്, ബഫലോ, ബൈസൺ, ഗോട്ട്, ക്രോക്കഡൈൽ. അപ്പോൾ നമ്മൾ ഈ ഒരു അനിമൽസിനൊക്കെ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഹാരപ്പൻ പീപ്പിൾ വാസ് ഫെമിലിയർ വിത്ത് ടൈഗർ ഓർ എലിഫന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് തീർച്ചയായിട്ടും കറക്റ്റ് ആയിരിക്കും. കാരണം എന്താണ്, സീൽസിലൊക്കെ ടൈഗർ എലിഫന്റൊക്കെ നമ്മൾ കണ്ടുപിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഹാരപ്പൻ പീപ്പിൾ വിൽ ബി ഫെമിലിയർ വിത്ത് ദീസ് അനിമൽസ്. അടുത്ത് നമ്മൾ കാണുന്നത് ദർ വാസ് നോ എവിഡൻസ് ഓഫ് കൗ. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഹാരപ്പൻ പീപ്പിൾ ഡൊമസ്റ്റിക്കേറ്റഡ് കൗ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും റോങ് ആയിരിക്കും. ഓക്കെ, സീൽസിന്റെ യൂസ് എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് ഈസ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്, സെക്കൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് തേർഡ് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. സീൽസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സീലാണ് പശുപതി സീൽ.
അപ്പോൾ പശുപതി സീലിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ് ഇവിടെ, ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാം. പശുപതി wears a three-horned headgear surrounded by animals, an elephant, a tiger, a rhinoceros, and a buffalo, and 2 antelopes below the seats. ഓക്കെ, അപ്പോൾ ഇത്രയും അനിമൽസ് നമുക്ക് ഈ ഒരു പിക്ചറിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. 1 ഒരു എലിഫന്റ്, 2 ടൈഗർ, 3 ഒരു റൈനോസറസ്, 4 ഒരു ബഫലോ, 5 2 ഡിയേഴ്സ് അല്ലെ 2 ആന്റിലോപ്സ് ബിലോ ഹിസ് സീറ്റ്. അപ്പോൾ ഇത് പലപ്പോഴും പ്രിലിംസിൽ നമ്മൾ ക്വസ്റ്റ്യൻ കാണുന്നതാണ്. എന്താണ് ചിലപ്പോൾ അവർ ചോദിക്കുക എ ഹോഴ്സ് വാസ് സീൻ ഇൻ ദി പശുപതി സീൽ. റോങ് ആണ്, കാരണം നമുക്കറിയാം ഇത് ഈ ഒരു, അതുകൊണ്ട് തന്നെ സീൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പശുപതി സീലാണ്. അതിൻ്റെ ആ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുകയും ചെയ്യണം. നെക്സ്റ്റ് വി സി ബ്രോൺസ് ഫിഗേഴ്സ്. ഇറ്റ് ഈസ് മെയ്ഡ് യൂസിങ് ലോസ്റ്റ് വാക്സ് ടെക്നിക് or Serpentine. So this dancing girl is world's oldest bronze sculpture. The ornaments are bangles in the left arm, amulet and bracelet on the right arm. It's on Tribanga dancing posture with right hand on her hip. അപ്പോൾ ത്രിഭംഗ ഡാൻസിങ് പോസ്റ്റർ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. ക്ലാസിക്കൽ ഡാൻസുകളായ ഒന്നായ ഒഡീസിയിൽ വളരെ പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആണ് ത്രിഭംഗ പോസ്റ്റർ. ത്രിഭംഗ is a standing body position in classical dance form like Odissi, where the body bends in one direction at knees and other direction at hips and another direction at shoulders and neck. അപ്പോൾ ബോഡി 3 ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് നീസിൽ ഒരു ഡയറക്ഷൻ, ഹിപ്സിൽ മറ്റൊരു ഡയറക്ഷൻ, ഷോൾഡേഴ്സിൽ നെക്കിലും വേറെ ഡയറക്ഷനിലേക്ക്. അപ്പോൾ അതാണ് ത്രിഭംഗ പോസ്റ്റർ. നെക്സ്റ്റ് ഇസ് ടെറാക്കോട്ട. It's created using fire baked clay. It is used for making toys, animal figures, etc. And the most famous terracotta figure is Mother Goddess. It was worshipped for prosperity and goddess of fertility. Next is pottery. അപ്പോൾ ഹാരപ്പൻ പോട്ടറി എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് റെഡ് ആൻഡ് ബ്ലാക്ക് വെയർ പോട്ടറി. ഇപ്പോൾ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് പെയിന്റ് വെച്ച് ഡിസൈൻ ചെയ്യുന്നതാണ് ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് വെയർ പോട്ടറി. നിങ്ങൾക്ക് ഇവിടെ കാണാം, റെഡ് പെയിന്റ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നത്, ബ്ലാക്ക് പെയിന്റ് വെച്ചാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, റെഡ് കളർ ടു പെയിന്റ് ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഗ്ലോസി ബ്ലാക്ക് പെയിന്റ് ടു ഡ്രോ ഡിസൈൻസ് ആൻഡ് ഫിഗേഴ്സ് ഓൺ ദ റെഡ് ബാക്ക്ഗ്രൗണ്ട്. Trees, birds and animal figures and geometrical patterns were drawn on the red background. The main purpose of pottery was household. ഒന്ന് household ആണ്, storage of grains and water. 2 decorative. 3 perforated pottery was used for straining liquor. Next is ornaments. Both men and women wore ornaments like necklace, amulets and finger rings. ഇവിടെ ശ്രദ്ധിക്കുന്ന വെച്ചാൽ men and women wore ornaments. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. സോ ഫോർ ഫാബ്രിക് ഹാർപ്പൻസ് യൂസ് കോട്ടൺ ആൻഡ് വൂൾ. സോ ഹാർപ്പൻസ് വർ ഫെമിലിയർ വിത്ത് കോട്ടൺ ആൻഡ് വൂൾ. സോ ദേ വർ യൂസിങ് ഡിഫറെന്റ് ഫാഷൻ സ്റ്റൈൽസ് ഓഫ് ഹെയർ ആൻഡ് ബിയർഡ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ കണ്ടത് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടു, ഒപ്പം അതിന്റെ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ്. അതിനുശേഷം ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായ ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് പാർട്ടായ ഹാരപ്പൻ ആർട്ട് ആൻഡ് കൾച്ചറാണ് നമ്മൾ കണ്ടത്. അടുത്ത സെഷനിൽ നമ്മൾ കാണുന്നത് മൗര്യൻ ആർട്ട് ആൻഡ് കൾച്ചർ ആയിരിക്കും, പിന്നീട് പോസ്റ്റ് മൗര്യൻ, അത് കഴിഞ്ഞ് ഗുപ്ത ഏജ്. ഓക്കെ, താങ്ക് യു.